നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുമ്പോൾ എടക്കര കവളപ്പാറയിലെ ജനങ്ങൾക്ക് സ്ഥാനാർത്ഥികളോട് ചിലത് പറയാനുണ്ട്. ദുരന്തം നടന്ന ഭൂമി കൃഷിയോഗ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല. സ്ഥല ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യത്തിലും നടപടിയില്ല. ഈ വിഷയങ്ങളുടെ അടിയന്തര ഇടപെടലാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇതുപോലൊരു പെരുമഴക്കാലം 2019 ഓഗസ്റ്റ് 8. എന്റെ പുറകിൽ കാണുന്ന മുത്തപ്പൻ മല ഈ നാടിനെ ഒന്നാകെ വിഴുങ്ങി. ഇവിടുത്തെ നാട്ടുകാർ അന്നു മുതൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഈ ഭൂമി കൃഷിയോഗ്യമാക്കണം എന്നുള്ളത്. അതിന് ഇവിടുത്തെ നാട്ടുകാർ കോടതി കയറിയിറങ്ങി. ഇപ്പോഴും ആ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. മണ്ഡലം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്കും ചിലതൊക്കെ പറയാനുണ്ട്. മണ്ണും കല്ലും വന്നടിഞ്ഞ് കാട് കയറിയ ഈ ഭൂമി റവന്യൂ വകുപ്പാണ് കൃഷിയോഗ്യമാക്കി നൽകുന്നത്. 55 ഏക്കറോളം സ്ഥലത്താണ് ദുരന്തം ബാധിച്ചത്. അതിൽ കവളപ്പാറ തോടിനും കവളപ്പാറ റോഡിനും ഇടയിലുള്ള 13.78 ഏക്കർ ഭൂമിയാണ് കൃഷിക്ക് യോജ്യമാകുന്നത്. കവളപ്പാറ തോടിന് മുകളിൽ നിന്ന് വനാതിർത്തി വരെയുള്ള ബാക്കി ഭൂമിയിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രവൃത്തി നടത്താൻ പാടില്ലെന്നാണ് മൈനിങ് ആൻഡ് ജിയോളജിക്കൽ അധികൃതർ നൽകിയ നിർദ്ദേശം. ഈ സ്ഥലത്തിന്റെ ഉടമകൾക്ക് നഷ്ടപരിഹാര തുക നൽകണമെന്ന പ്രത്യേക സമിതി സർക്കാരിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദുരന്തം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാനോ കൃഷിഭൂമി തിരിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കി നൽകുന്നതിനോ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ അവസ്ഥയിൽ അവിടുത്തെ കർഷകർക്ക് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നാളിതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് അവസാനമായിട്ട് അവിടെ ചെയ്ത് കിട്ടേണ്ടത് ആ കർഷകർക്ക് കൃഷിഭൂമി നിരത്തി കിട്ടണം. കൃഷി ചെയ്യാൻ അനുയോജ്യമല്ലാത്ത സ്ഥലത്ത് ഭൂ ഉടമകൾക്ക് അതിന് വേണ്ട നഷ്ടം കൊടുക്കണം. ബാങ്ക് വായ്പകൾ എഴുതി തള്ളണം. ഇങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരന്തരം സമരങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് 4 വർഷത്തോളമായിട്ട് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിഷയത്തെ ഇനിയെങ്കിലും മനസ്സിലാക്കുന്ന ഒരു ജനപ്രതിനിധി വരും, സർക്കാരിനെ അറിയിക്കാൻ കഴിവുള്ള ഒരാൾ തന്നെ വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന സമിതി രൂപീകരിച്ച് കർഷകരുടെ പരാതികൾ കേട്ട് എത്രയും വേഗം പ്രശ്നം പരിഹരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടറോട് കോടതി ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് കളക്ടർ കൈമാറിയെന്നാണ് സൂചന. വിഷയത്തിൽ ജനപ്രതിനിധികൾ ഇടപെട്ട് നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിലൂടെ 34 കർഷകർക്ക് ഇവരുടെ ഭൂമി തിരിച്ചു കിട്ടും. തെരഞ്ഞെടുപ്പ് കാലത്തെ വെറും വാഗ്ദാനങ്ങളല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യം, മറിച്ച് കൃത്യമായിട്ടുള്ള പരിഹാരമാണ്. ഓരോ മഴക്കാലവും ഭീതിയോടെയാണ് കവളപ്പാറയിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 ടീം നിലമ്പൂർ.